ബിസ്മില്ലാ വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധമായ റജബ് മാസം നന്മയുടെയും അനുഗ്രഹങ്ങളുടെയും താക്കോലാണ്. ഇബ്നു റജബ് അൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഷഹ്റു റജബിൻ മിഫ്താഹു അഷ്ഹുരിൽ ഖൈരി വൽ ബറക. നന്മയുടെയും അനുഗ്രഹത്തിന്റെയും മാസങ്ങളുടെ താക്കോലാണ് റജബ് മാസം. കഅന്ന സനത ഷജറത്തുൻ, ഒരു വർഷം ഒരു മരം പോലെയാണ്. തദ്ഹറു ഔറാഖുഹാ ഫി ഷഹ്രി റജബ്, റജബിലാണ് അതിന്റെ ഇല വെളിവാവുക. തുസ്മിറു ഫി ഷഹ്രി ശഅബാൻ, ശഅബാൻ മാസത്തിൽ അത് ഫലമുണ്ടാകും. വയഖുദു അന്നാസു മിൻ സിമാരിഹാ ഫി ഷഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ അതിന്റെ പഴങ്ങളിൽ നിന്ന് ജനങ്ങൾ സ്വീകരിക്കും, എടുക്കും. അപ്പൊ ആ രൂപത്തിലാണ് വമ്പിച്ച ഓഫറുകൾ, വമ്പിച്ച നന്മയുടെ ഓഫറുകളാണ് പരിശുദ്ധമായ റജബിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നത്. ഷഹ്റു റജബിൻ ഷഹ്റുൽ ലിസ്സറ, അബൂബക്കറുൽ വറാഖ് തങ്ങൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റജബ് മാസം കൃഷി ചെയ്യാനുള്ള മാസമാണ്. ശഅബാനു ഷഹ്റു സഖീൽ ലിസ്സറ, ശഅബാൻ കൃഷിക്ക് വെള്ളം നനയ്ക്കാനുള്ള മാസമാണ്. റമളാനു ഷഹ്റു ഹസാദി അസ്സറ, റമളാൻ കൊയ്ത്തു മാസമാണ്. റജബ് മാസം തുടങ്ങിയത് മുതൽ നമ്മുടെ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നത് പോലെയാണ്. നന്മയ്ക്ക് വിത്തുകൾ പാകുകയാണ് നമ്മൾ. റമളാനിലേക്ക് മനസ്സും ശരീരവും പാകപ്പെടുത്തിയെടുക്കുകയാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് റജബിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ ധാരാളമായി റബ്ബിനോട് പൊറുക്കൽ ചോദിക്കുക. ചെയ്തു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലൈ എന്ന പ്രത്യേക ഇസ്തിഗ്ഫാർ ഓരോ ദിവസവും ചൊല്ലല്, 60-70 തവണ ചൊല്ലല് പ്രത്യേകം സുന്നത്താണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ പിഴുതെറിഞ്ഞൊഴിവാക്കി അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ. അല്ലെങ്കിൽ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാറും ബിലാ ഇഖ്ലാഇൻ തൗബത്തുൽ കദ്ദാബിൻ, ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ ഒഴിവാക്കാതെ റബ്ബിനോട് ഇങ്ങനെ പൊറുക്കൽ ചോദിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അത് കള്ളന്മാരുടെ തൗബയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് വേണ്ടി പാപമോചനം തേടുക, മറ്റുള്ളവർക്ക് വേണ്ടിയും പാപമോചനം തേടുക, അതും പ്രത്യേകം സുന്നത്താണ്. മൻ ഇസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി കുല്ല യൗമിൻ 27 മറ കാന മിനൽ ലദീന യുസ്തജാബു ലഹും. അതെ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി എല്ലാ ദിവസവും 27 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അവൻ ദുആ സ്വീകരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുമെന്നാണ്. റബ്ബിഗ്ഫിർലി അല്ലാഹുമ്മ ഗ്ഫിർലി വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ അതായി. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കുക പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ റജബ് കൊണ്ട് വിജയിച്ച മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ.